സേമിയ കൊണ്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പുട്ടുണ്ടാക്കിയല്ലോ. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ അത് ചൂടോടുകൂടി കഴിക്കണേ, എന്നാലേ സോഫ്റ്റ് ആവുള്ളൂ. കുറച്ച് സമയം വെച്ച് കഴിഞ്ഞ് ഇത് ഹാർഡായി പോകും. അപ്പോൾ നമ്മളെപ്പോഴും പുട്ട് ഇഷ്ടപ്പെടുന്നവരായിരിക്കും അല്ലേ, പ്രത്യേകിച്ച് മലയാളികൾ. പലതരത്തിൽ പല വെറൈറ്റി പുട്ടുകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ സേമിയ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കിയാലോ. സേമിയ വെച്ചിട്ട് നമ്മൾ സാധാരണ ഉപ്പുമാവും പായസവും ഒക്കെ അല്ലേ വെക്കാറുള്ളൂ. അപ്പോൾ ഇതുപോലെ ഒന്ന് പുട്ട് തയ്യാറാക്കി നോക്ക്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മളിത് തേങ്ങാപ്പാൽ കൂട്ടിയിട്ടോ അല്ലെങ്കിൽ പഴവും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാൻ നല്ലതാണ്. പ്രത്യേകിച്ച് തേങ്ങ കൂട്ടി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനിയിപ്പോൾ കറി വേണമെന്ന് നിർബന്ധമുള്ളവർക്ക് അങ്ങനെയും കഴിക്കാം. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് ആയിട്ടുള്ള നമ്മൾ സേമിയ പുട്ട് എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇത് നമുക്ക് സാധാരണ പായസം വെക്കുന്ന സേമിയ വെച്ചിട്ടും ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിപ്പോൾ റാഗി സേമിയയും അങ്ങനെ പലതരത്തിലുള്ള സേമിയ നമുക്ക് കിട്ടുന്നുണ്ട്, അത് വെച്ചിട്ടും ഒക്കെ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1.25 കപ്പ് സേമിയ എടുക്കുന്നുണ്ട്. വറുത്ത സേമിയ ഒന്നല്ല കേട്ടോ, വറുക്കാത്ത സേമിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇതൊരു 3 പേർക്കുള്ള അളവിലാണ് ഞാൻ തയ്യാറാക്കുന്നത്. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. സാധാരണ പച്ച വെള്ളമാണ് ഒഴിച്ച് വെക്കുന്നത്. അപ്പോൾ സേമിയനേക്കാളും മേലെ നിൽക്കുന്ന വിധത്തിൽ, അതായത് അത് മുങ്ങി നിൽക്കുന്ന വിധത്തിൽ വേണം നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സേമിയ ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ പായസമൊക്കെ വെക്കുന്ന വലിയ സേമിയ ഇല്ല, അതാണ് കേട്ടോ ഇത് എടുക്കുന്നത്. വളരെ ചെറിയ സേമിയ എടുക്കരുത് കേട്ടോ, അത് നമുക്ക് കുഴഞ്ഞു പോകും, ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ഒരു ഇത്തിരി മുൻപന്തിയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് മാത്രമേ നമ്മൾ ഉപ്പ് ചേർക്കുന്നുള്ളൂ, പിന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നില്ല. അതും ഒരുപാട് സമയം നമ്മളിങ്ങനെ കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വലിയ സേമിയൊക്കെ ആണെങ്കിൽ ഒരു 2-3 മിനിറ്റ് മാത്രം മാറ്റി വെച്ചാൽ മതി. തീരെ ചെറിയ സേമിയ ആണെങ്കിൽ വെറും 1 മിനിറ്റ് മാത്രമേ മാറ്റി വെക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ചെറിയ സേമിയ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കരമായിട്ട് ഇങ്ങനെ കട്ട പിടിച്ച് കിടക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് എടുക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലുള്ള കുറച്ച് വലിയ സൈസിലുള്ളത് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞാനിത് 3 മിനിറ്റ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമുക്കൊന്ന് വെള്ളം ഊറ്റിയിട്ട് ഇത് അരിപ്പയിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് ഒന്നത് വിടർത്തി ഇട്ട് കൊടുക്കണം കേട്ടോ. നമ്മൾ അരിപ്പയിൽ കുറച്ച് സമയം വെച്ചതിന് ശേഷം നമ്മൾ ഇത് ആ പാത്രത്തിലേക്ക് തന്നെ തിരിച്ച് മാറ്റിയിടുന്നുണ്ട്. അപ്പോൾ ഇത് ഈ പാത്രത്തിലേക്ക് വെച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഇങ്ങനെ കട്ട പിടിച്ചിട്ടായിട്ടും കിടക്കുന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ ഇതുപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അല്ലെങ്കിൽ നമ്മൾ പുട്ടുണ്ടാക്കുമ്പോൾ ഭയങ്കര കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ കട്ട പിടിച്ച പോലെ ഉണ്ടാകും. ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ഈ ഒരു സേമിയ വാരിയിട്ട് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ പുട്ടുകുറ്റിയിൽ വാരി നിറയ്ക്കുക മാത്രമേ വേണ്ടൂ. കാരണം ഇനിയിപ്പോൾ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഉപ്പ് ആ വെള്ളത്തിൽ തന്നെ ചേർക്കണേ, അത് മറക്കരുത്. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നില്ല, പിന്നെ ഉപ്പില്ലാത്ത പുട്ടായി പോകും. അതുകൊണ്ട് പ്രത്യേകിച്ച് മറക്കരുത്. ഇനിയിപ്പോൾ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങ കുറച്ചധികം തന്നെ ചേർത്തിട്ട് നമ്മളിതാ എത്ര ലെയറായിട്ട് വേണോ, 2-3 ഇതായിട്ട് ലെയറായിട്ട്, അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തെടുക്കാം. ഇതുപോലുള്ള പുട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് റവ പുട്ട്, സേമിയ പുട്ട്, ഇനിയിപ്പോൾ എന്ത് പുട്ടായി കഴിഞ്ഞാലും ഗോതമ്പ് പുട്ട്, എന്ത് പുട്ട് ഉണ്ടാക്കുമ്പോഴും തേങ്ങ കുറച്ച് അധികം നമ്മൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പ്രത്യേകിച്ച് ചള്ള തേങ്ങയൊക്കെ ഉണ്ടാവില്ലേ, നല്ല പാലുള്ള ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ, അതൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളൊരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുത്താൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഇങ്ങനെ കൂടെ പിടിച്ച് കിടക്കുന്ന പോലെ ഉണ്ടാകും. അപ്പോൾ പുട്ട് ഉണ്ടായിട്ട് നമ്മൾ അതിൻ്റെ ആ കുറ്റിയിൽ നിന്ന് അങ്ങ് മാറ്റുന്ന സമയത്ത് എല്ലാം കൂടി കട്ട പിടിച്ച പോലെ ഇങ്ങനെ ഒരു ഉണ്ട പിടിച്ച പോലെ അങ്ങ് ആയിപ്പോൾ. അതുകൊണ്ട് ഇതുപോലെ ഒന്ന് നിരത്തി ഇട്ട് കൊടുത്താൽ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരാണെങ്കിൽ ഫ്ലോപ്പായി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നമ്മളിത് പുട്ടുകുറ്റിയിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ അധികം തന്നെ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സാധാരണ പുട്ട് ആവിയിൽ വേവിച്ചെടുക്കുന്ന പോലെ തന്നെ അത്രയും ടൈം മാത്രമേ വേണ്ടൂ. നമുക്കിത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ പുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാമല്ലോ, അപ്പോൾ അതുകൊണ്ട് അത് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ആവി വന്നതിന് ശേഷം നമ്മളിതൊരു 2-3 മിനിറ്റോളം നമ്മൾ ഒരു ചെറിയ ഫ്ലെയിമിൽ, അതായത് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി. നമ്മൾ മിനിമം ഒരു 5 മിനിറ്റെങ്കിലും നമ്മളിതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഇത് അതിന് ശേഷം നമുക്ക് പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പോൾ ചൂടോടുകൂടി കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റും സോഫ്റ്റും ആയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഭയങ്കര ഹാർഡാകും. കുറച്ചൊന്ന് തണുക്കുമ്പോൾ തന്നെ അറിയാമല്ലോ സേമിയാണ്, അപ്പോൾ പിന്നെ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഹാർഡായി പോകും. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സമയത്ത് തിന്നാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് തണിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ വീണ്ടും ഒന്നും കൂടി ഒന്ന് ആവിയേറ്റ് എടുത്താൽ മതി. അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. എന്നാലും ആ ഒരു ഫ്രഷ് ആയിട്ട് ആ ഒരു ഓൺ ദ സ്പോട്ട് തന്നെ കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കിയ പാടനെ കഴിക്കാൻ നോക്കുക. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പി അല്ലേ. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്